സച്ചിമാഷും സാറ് ടീച്ചറൊക്കെയാണ് ഞങ്ങളുടെ എഴുത്തിനെ രൂപപ്പെടുത്തിയ ആളുകൾ. നമ്മുടെ ഭാഷയെ രൂപപ്പെടുത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ വലിയ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അസാന്നിധ്യത്തിൽ ഇങ്ങനെ മാഷ് കഥകൾ പ്രകാശനം ചെയ്യാനുള്ള ഒരവസരം ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. ഞാൻ ഈ കഥകളിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ മാഷ് കവിതകളിലൂടെയും ലേഖനങ്ങളിലൂടെയൊക്കെ എപ്പോഴും പ്രകടിപ്പിച്ചു വരുന്ന വലിയ ഉത്കണ്ഠകൾ ഈ കഥകളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില ഒന്ന് രണ്ട് കഥകളെ അല്ലെങ്കിൽ കൂടുതൽ എടുത്തുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷ് ഈ കവിതയിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറവി എന്ന പ്രശ്നം എനിക്കുള്ളത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഈ കുറിപ്പുകളും നോക്കും. അപ്പോൾ മാഷ പഴയ കവിതകൾ ചിലത് ചേർത്തുകൊണ്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. കഥാകൃത്തുക്കൾ കവിത എഴുതുന്ന സമ്പ്രദായം ഉണ്ട്, കവികൾ കഥാകൃത്തുക്കളാവുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്, ലോകത്തുണ്ട്. പക്ഷെ നമ്മുടെ ഭാഷയിൽ ഇത് കുറവാണ്. നമ്മുടെ ഭാഷ ഇതിനെ എല്ലാം ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് ഇരിക്കുന്ന സ്വഭാവമുണ്ട്. മാധവിക്കുട്ടി തീർച്ചയായിട്ടും ഇത് രണ്ടും ചെയ്തിരുന്നു. പക്ഷെ അവർ ചെയ്യുമ്പോഴും ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുന്നു, മലയാളത്തിൽ കഥകൾ എഴുതുന്നു എന്നുള്ളത് വളരെ ലളിത മനോഹരമായിട്ടുള്ള ഭാഷയിൽ അവർ കഥകൾ എഴുതുമായിരുന്നു. അത്ര തന്നെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു വലിയ സംഭവം മലയാളത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മികച്ച കവികൾ പെട്ടെന്ന് നോവലിലേക്ക് വരുന്നതാണ്. രണ്ട് വളരെ നല്ല നോവലുകളായിട്ട് TP രാജീവൻ വന്നു. വളരെ പ്രചോദനം നൽകുന്ന ഒരു സംഭവമായിരുന്നു. പാലേരി മാണിക്യം എന്ന് പറയുന്ന ഒരു നോവൽ അദ്ദേഹം കൊണ്ടുവന്നു. അതിനുശേഷം KTN കോട്ടൂരാൻ എന്ന് പറയുന്ന ഒരു നോവൽ. ഇത് രണ്ടും വളരെ നല്ല നോവലുകളായിരുന്നു. പ്രത്യേകിച്ച് KTN കോട്ടൂരാൻ അതിൻ്റെ ഒരു 90% വരെയെങ്കിലും ഒരു ക്ലാസിക് നിലവാരം പുലർത്തിയിരുന്നു. ഒരു പക്ഷേ മദ്രാസിൽ പോകുന്ന സമയത്ത് ഒരു പക്ഷേ അവിടെ നിന്ന് കുറച്ചൊരു വിട്ടുപോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അതിലുണ്ടാകുന്ന ആ ഒരു കയ്യടക്കം, ഗദ്യത്തോടുള്ളൊരു കയ്യടക്കം വളരെ മനോഹരമായിരുന്നു. പിന്നീട് നമുക്കറിയാവുന്ന പോലെ മനോജ് കുറൂർ ചില നോവലുകൾ എഴുതിയാൽ കവിതകൾക്ക് ശേഷമാണ് വരുന്നത്. സമീപകാലത്ത് ഇപ്പോൾ DC ബുക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം, ഈ മത്യാസ് എന്നുള്ള പറഞ്ഞിട്ട് MR വിഷ്ണുപ്രസാദിൻ്റെ, എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടി ഞാൻ വിളിക്കാൻ പറ്റിയില്ല. അത് ഈ കവികൾ, അത് ആ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നി, കവികൾ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ നോവൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഭാഷയുടെ ഒരു മുനകൂർപ്പിക്കൽ ആ നോവലിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും വളരെ മനോഹരമായിട്ട് അത് എഴുതി വന്നിട്ടുണ്ട്. അതിൻ്റെ ചില പേരുകൾ ജർമ്മനിയിൽ നടക്കുന്നതാണ് ഈ കഥ. അതിൽ ബെർലിനിലെ ചില തെരുവുകൾ, അതൊക്കെ ആ തെരുവുകളുടെ പേര് അദ്ദേഹം എടുക്കുകയും മലയാളത്തിൽ വളരെ മനോഹരമായിട്ട് ഭാഷാന്തരം ചെയ്തുകൊണ്ട് ഈ നോവൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കവികൾ ഇങ്ങനെ ഗദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഭാഷയുടെ ഒരു മികവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരെ തിരിച്ച് കഥാകൃത്തുക്കളും അപൂർവമായിട്ടെങ്കിലും കവിതകളിലേക്ക് തിരിച്ചു പോയി. നമ്മളെല്ലാവരും പണ്ടേ പറയും തോറ്റ കവികളാണെന്ന് പറയും. തുടക്കത്തിൽ ഞാനൊരു 94 വരെയൊക്കെ കവിതകളൊക്കെ എഴുതിയിരുന്നു. അക്കാദമിയുടെ ഒരു ക്യാമ്പിൽ 90-ൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വലിയ കവികൾ, പണിക്കർ സാറെ പോലെയൊക്കെയുള്ള വലിയ കവികൾ ഉണ്ടായിരുന്നൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ മനസ്സിലായത് നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് മാറിയതാണ്. കവികൾ ഇപ്പോൾ നമ്മുടെ എനിക്കൊന്ന് കഥാകൃത്തുകളിൽ ഇപ്പോൾ പ്രഭാരമാഷ് കുറച്ച് കവിതകൾ എഴുതാറുണ്ട്, ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവ് കവിതകൾ എഴുതാറുണ്ട്. പക്ഷെ അവരാരും എനിക്കൊന്ന് അതിൽ പിന്നീട് ആനന്ദ് കവിതകൾ എഴുതാറുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോഴും ഓർക്കണം, ആനന്ദ് കവിത. പക്ഷേ ആനന്ദ് കവിതകളിലൊക്കെ ഈ പറയുന്ന ഒരു തത്വചിന്തയുടെ ഒരു സ്വഭാവം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എഴുതി വരുന്നു. അപ്പോൾ പിന്നെ കുറേ വർഷങ്ങളോടെ ഞാൻ കവിതകൾ അങ്ങനെ ഫോളോ ചെയ്തിരുന്നില്ല. ഇക്കൊല്ലം കുറച്ച് കവിതകൾ ഇങ്ങനെ എൻ്റെ ഒരു വിചിത്രമായ ഭാഷയിൽ തർജ്ജമ ചെയ്യാനുള്ള ശ്രമം ഇങ്ങനെ നടത്തുന്നുണ്ടായി. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ എഴുത്തുകാരൻ റൈമൺ കാർവറാണ് കഥയിൽ. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരു 5-6 കവിതകൾ ഞാൻ ഫേസ്ബുക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം കവിത എഴുതുമ്പോൾ അതിന് കുറേയും കൂടി ഒരു സൂക്ഷ്മത വരുന്നുണ്ട്. അദ്ദേഹം എഴുതുന്ന മുഴുവൻ തൻ്റെ ബാല്യകാലം, തൻ്റെ ജീവിതം ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഈ മറ്റേ ഹാരുക്കി മുരഗാമി ആഹ്ലാദത്തോടെ ഈ കഥകൾ വായിച്ചിട്ട് ഇദ്ദേഹത്തെ ന്യൂയോർക്കിൽ വന്ന് കാണുന്നതാണ്. അപ്പോൾ ആ സ്നേഹം കൊണ്ട് അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, 40 വയസ്സ് വരെ വലിയ മദ്യപാനത്തിലൊക്കെ അടിപെട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് കാർവർ. ആൾക്ക് ജീവിതത്തിൽ വളരെ ദരിദ്രനായിരുന്നു. ഏറ്റവും സാധാരണ തൂപ്പുപണികളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്നതാണ്. 10 കൊല്ലമാണ് അദ്ദേഹത്തിന് ഒരു പ്രശസ്തി കിട്ടിയത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം കിട്ടിയത്. അപ്പോൾ ഈ സമയത്താണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ മുരഗാമി വന്നതിനെ പറ്റിയിട്ടൊരു കവിത അദ്ദേഹം എഴുതുന്നുണ്ട്. ഇത് പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ്. അത് ബാല്യകാലത്തെ ഒരു അപകടം പറ്റി കല്ലെറിഞ്ഞു കൊള്ളുന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള കവിതകളായിരുന്നു. അപ്പോൾ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയത് എന്തും കവിതയാവും എന്നുള്ളതാണ്. ആ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില വികാരങ്ങൾ, നമ്മുടെ
ഭാഷയെ മുനകൂർപ്പിച്ച് ജീവിതത്തെ ഇങ്ങനെ ഏറ്റവും സൂക്ഷ്മമായിട്ട് അടുത്ത് വരുന്ന രീതിയിൽ കവിത എഴുതാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവരാണ് പൊതുവെ അപ്പോൾ കഥകൾക്ക് കഥാകൃത്തുകൾ മാത്രമല്ല കവിത്വം കൂടി ഉണ്ട്, അല്ലെങ്കിൽ തിരിച്ചുമുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു തെളിവിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ മാഷ് ഈ കഥയിലേക്ക്, എനിക്ക് തോന്നുന്നു അധികം കാലമായിട്ടില്ല മാഷ് ഈ കഥയിലേക്ക് മാറിയിട്ട്. അപ്പം ഈ കഥകളിലൂടെ കടന്നുപോയി. അപ്പോൾ മാഷ് രണ്ട് കവിതകളും രണ്ട് കഥകളും വെച്ചുള്ളൊരു താരതമ്യത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഇന്ത്യൻ സ്കെച്ചുകൾ, തേക്കിൻകാടിലെ ഒരു ചിത്രകാരൻ എന്നൊരു കവിതയുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 4 ദശകമെങ്കിലും മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ള പേജുകളൊക്കെ ആകെ മഞ്ഞ പിടിച്ച് പൊടിഞ്ഞ് കഴിഞ്ഞു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് എൻ്റെ പ്രിയപ്പെട്ട സച്ചിദാനന്ദ കവിതകൾ എന്ന് പറഞ്ഞുള്ളൊരു സമാഹാരമാണ്. എനിക്ക് ആ സമാഹാരത്തിൽ നിന്ന് ഞാൻ ഇതെടുക്കുന്നത്. അത് 94 മറ്റോ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലും ഇപ്പോൾ ആകെ മുഷിഞ്ഞ് ഇതായിട്ടുണ്ട്. അതിലൊരു നമ്മുടെ അന്ന് എനിക്ക് തോന്നുന്നു മാഷ് ഇവിടുന്ന് പോയിട്ടില്ല അല്ലേ? പോയിട്ടുണ്ടോ ഡൽഹി? അപ്പോൾ അപ്പോൾ അതിന് മുമ്പുള്ള കവിതകളാണ്, 70കളുടെ കവിതയാണ് അത് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് സമാഹാരം എങ്ങനെയായത്? അപ്പോൾ 70s മാഷ ലോകം തേക്കിൻകാട് വലിയ ലോകമാണ്. പക്ഷേ ലോകത്ത് മുഴുവൻ പോകുന്നതിന് മുമ്പ് ആ തേക്കിൻകാടിലെ ചിത്രകാരൻ വൈകുന്നേരത്തെ പോലെ വളരെ സൗമ്യമായിട്ടുള്ള ചില കവിതകൾ ചിത്രങ്ങൾ വരയ്ക്കുന്നു. വൈകുന്നേരത്ത് ചേക്കേറുന്ന കിളികളെ പോലെ സൗമ്യമായിട്ടുള്ള ചില ചിത്രങ്ങൾ വരയ്ക്കുന്നു. അദ്ദേഹം നീല നിറത്തിലുള്ള ചില മറ്റേ കടലിനെ പറ്റി, ഓടക്കുഴൽ വിളിക്കുന്ന ശ്രീകൃഷ്ണനെ പറ്റി, അങ്ങനെ വളരെ സൗമ്യമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഇതെല്ലാം മാറി വളരെ രൂക്ഷമായിട്ടുള്ള ചില ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. ദുർഗയുടെ ചിത്രം, മറ്റേ ദുർഗ കയ്യിൽ പിടിച്ചിട്ടുള്ള ദാരികൻ്റെ ചോരയിറ്റുന്ന തല, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ രൂക്ഷമായിട്ട് അത് അധികാരത്തിൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്ന ചരിത്രം പ്രതികാരം ചെയ്യുകയാണെന്ന് അതിൽ എഴുതുന്നുണ്ട്. അതൊരു ചിത്രകാരനെ വെച്ചുകൊണ്ട് മാഷ് എന്ന് പറഞ്ഞ പോലെ 19 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രവചനാത്മകമായിട്ടുള്ളൊരു കവിതയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കഥയിൽ ഇപ്പോൾ അദ്ദേഹം ഈ പേരുള്ള മറ്റേ എന്താ പറയുക, ഈ കത്തി എന്ന് പറഞ്ഞിട്ട് ഈ കഥയിലുണ്ട്. ഈ ബെസ്റ്റ് പ്രിൻറ്റേഴ്സ് എന്നുള്ളതിൽ കത്തി എന്ന് പറയുന്നത്, കത്തി എന്നുള്ളതിൽ ഈ കഥയിൽ ഒരു ചിത്രകാരൻ വളരെ അമൂർത്തമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന വിൻസെൻ്റ് വാൻ ഗോഗ് ആണെന്ന് അറിയില്ല, വളരെ അമൂർത്തമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന വളരെ നിശബ്ദനും സാത്വികനായിട്ടുള്ള ചിത്രകാരൻ്റെ ചിത്രപ്രദർശനത്തിൻ്റെ ഇടയ്ക്ക് കടന്നു വരുന്ന ഒരാൾ പെട്ടെന്ന് ഈ ക്യാൻവാസിൽ ഈ അമൂർത്ത ചിത്രങ്ങൾ നോക്കുകയും അതിലൊരു ഗാന്ധിയുടെ ചിത്രം ഉണ്ടെന്ന് തോന്നുകയും ഗാന്ധിയുടെ മറ്റേ വാച്ച് തൂങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെ തോന്നുകയും അയാൾക്ക് വലിയ ക്ഷോഭം വരികയും അതിനെ കുത്തിക്കീറുന്ന ഒരുതരം വളരെ വിഭ്രമാത്മകമായിട്ടൊരു ഒരു ഒരു സാന്നിധ്യമാണ് അതിൽ നിന്നുണ്ട്. അത് സമകാലിക രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു കഥയാണ് ഇതല്ലേ. അപ്പോൾ ഈ രണ്ട് കഥകളും ഒരു കവിതയും ഒരു കഥയും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഈ കഥ എഴുതാനുള്ള ഒരു കുറേ കാലം മുമ്പ് തന്നെ ചില സൂചനകൾ തൻ്റെ കവിതയിൽ അദ്ദേഹം സൂക്ഷിക്കുകയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായി. രണ്ടാമത്തെ ഇത് മറന്നു വെച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2006 മറ്റോ എഴുതിയ കവിതയാണ്. ഇപ്പോൾ 2 ദശകമായി. അതിൽ മറന്നു വെച്ച വസ്തുക്കൾ എന്ന് പറയുന്നത് ഇത്രയും കാലം മറന്നു വെച്ച എല്ലാ ഇതും പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ വന്നു എന്നുള്ളതാണ്. അത് ചെറുപ്പത്തിൽ കളിക്കുന്ന ഈ പത്തുപ്പ് പോലെയുള്ള ഉണങ്ങിയ ഇലകൾക്ക് വെച്ചിട്ടുള്ള പത്തുപ്പ്, മറന്നു വെച്ചൊരു കൊട, ലോഡ്ജിൽ മറന്നു വെച്ചിട്ടുള്ള ഒരു നീല ഷർട്ട്, ഇങ്ങനെ പല പല സംഗതികൾ ഇങ്ങനെ മറന്നു വെച്ചായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. തന്നെയല്ല ആൾ പറയുന്നത് ആകാശം മറന്നു വെച്ചതാണ് നമ്മുടെ ചെറിയ കുന്നുകളെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദൈവം മറന്നു വെച്ചതാണ് ഭൂമിയെ എന്നൊക്കെ പറയുന്നുണ്ട്. പതുക്കെ ദൈവം ഓരോന്നായിട്ട് വീണ്ടെടുക്കുന്നു. അത് ആകാശത്തെയാവും മനുഷ്യരെയാവും എങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടെടുക്കുന്നു പറയും. ഇതിനോട് സമാനമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു കഥയാണ് ഈ ബെസ്റ്റ് പ്രിൻറ്റേഴ്സിൽ. ബെസ്റ്റ് പ്രിൻറ്റേഴ്സ് ഒരുപക്ഷെ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവുന്ന പടിഞ്ഞാറെ കോട്ടയിലുള്ള, ഗോപിക്ക് തീർച്ചയായിട്ടും അറിയുണ്ടാവും, ഈ പടിഞ്ഞാറക്കോട്ടയിലുള്ള PK റഹീമിൻ്റെ ഒരു പ്രിൻ്റിങ് ആയിരുന്നു. അത് എഴുതുകാലത്ത് വളരെ സജീവമായിട്ട് നിന്നിരുന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതിലുള്ള പ്രിൻറ്റേഴ്സിൽ മാഷ് ഇവിടുന്ന് വരുന്ന സമയത്ത്, മാഷോ അല്ലെങ്കിൽ ആഖ്യാതാവ് വരുന്ന സമയത്ത് അത് നിർത്തുകയും കാറിൽ നിന്ന് ഇറങ്ങി ഇത് അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ കാണുന്ന മുഴുവൻ മരിച്ച മനുഷ്യർ അവർ ചർച്ച ചെയ്യുന്നത് മുഴുവൻ പുതിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നു. പക്ഷേ പഴയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പുതിയ കൃതികൾ വിവർത്തനം ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നു. പക്ഷേ വിവർത്തനം ചെയ്യുന്ന ആൾ പഴയ ഇടപ്പള്ളി കരുണാകരനെ പോലെയുള്ള ആളുകളാണ്. അതുപോലെ ഏറ്റവും പുതിയ കൃതികളാണ് വിവർത്തനം ചെയ്യുന്നതോ പഴയ ആളുകൾ, മരിച്ച എല്ലാവരും. ഇപ്പം ഗംഗാധര മാഷെ പോലെയുള്ളൊരു, ദാമോദരനെ പോലെയുള്ളൊരു, ഗോവിന്ദനെ പോലെയുള്ള ആളുകളൊക്കെ മാഷ്ക്ക് ഒരുപക്ഷെ ചെറുപ്പത്തിലോ അതിന് ശേഷമൊക്കെ സജീവമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആളുകളെ കാണുന്ന
ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഭ്രമാത്മകമായിട്ടുള്ളൊരു ചിത്രമുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം കാറിൽ വന്ന് തിരിച്ചു കയറുമ്പോൾ ഡ്രൈവറെ കാണുന്നു. ഡ്രൈവർ മാറിയിരിക്കുന്നതായിട്ട് കാണും. ഒരു 40 വർഷം മുമ്പേ മരിച്ചുപോയ സതീശൻ എന്ന് പറയുന്ന ഡ്രൈവറെ കാണുന്നതായിട്ട് തോന്നും. ഒരു ഭൂതകാലത്തെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മയും അതുപോലെ തന്നെ ആ തിരിച്ചു വരവാണ്. ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു ചിത്രം പോലെ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാഷ്ട കഥകളിൽ തീർച്ചയായിട്ടും ആവർത്തിക്കുന്നുണ്ട് ഈ ഓർമ്മയും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു തരം രാഷ്ട്രീയ സ്വഭാവം. ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഭൂതകാലത്തെ വിശുദ്ധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എല്ലാ രാഷ്ട്രീയക്കാരുടെ ഇടയിലും എല്ലാ മതക്കാരുടെ ഇടയിലും, ഞാനത് ബാലൻസ് ചെയ്യാന്ന് പറയില്ല, പൊതുവെ ഉണ്ടാവും. ഭൂതകാലം വളരെ സമൃദ്ധവും വളരെ സത്യസുന്ദരവുമായിട്ടൊരു ഭൂതകാലത്ത്, അതിനും ഈ ചെറിയ പിക്കിംഗ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ എടുക്കുള്ളൂ. ഭൂതകാലത്തിൻ്റെ വിശുദ്ധി, പരിശുദ്ധി യാതൊരു തെറ്റുമില്ലാതെ നിലനിർത്തണമെന്നിരിക്കും. എന്നാൽ നിലനിർത്തുന്ന ഭൂതകാലത്തെ ഇവർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആധുനികമായ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ആധുനികമായ ബോംബുകൾ, ഏറ്റവും ആധുനികമായ വാട്സപ്പ്, ഏറ്റവും ആധുനികമായ പക പടർത്തുന്ന ഈ സോഷ്യൽ മീഡിയ, ഇതൊക്കെ ഉപയോഗിക്കുകയും ഭൂതകാലത്തെ അതേപോലെ തന്നെ തൻ്റെ ആത്മവിശുദ്ധിയിൽ നിർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരു ശ്രമം നമ്മളിപ്പോഴും ഈ സമകാലിക ലോകത്ത് കാണുന്നുണ്ട്. ഇതിനെപ്പറ്റി വളരെ വലിയ ഉത്കണ്ഠകൾ ഈ കഥകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ചിലപ്പോൾ ഉത്കണ്ഠകൾ കൂടുന്നത് പോലുമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഭാഷ എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പാണ്ഡിത്യവും അതുപോലെ തന്നെ ഈ പറഞ്ഞ സന്ദേഹങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ചിലപ്പോൾ കഥകളെ കവിഞ്ഞു പോകുന്ന ചില രീതികൾ ഒരുപക്ഷെ നമ്മൾ കഥകളിൽ അല്പം ശ്രദ്ധിക്കുന്ന ഒരുപക്ഷെ വെട്ടാവുന്നു. മാഷ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വെട്ടാൻ പറ്റില്ല. ആ ഒരു ഉത്കണ്ഠ കൂടുതലായിട്ട് മുഴച്ചേൽക്കുന്ന രീതിയിലും കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. മാഷ കുറേ കഥകളുണ്ട് ഇതിൽ, ചെറിയ ചെറിയ കഥകളാണ്. എനിക്ക് ഇതെല്ലാം കൂടി ചിലപ്പോൾ ഞാൻ 2 കഥയായിരിക്കും. എത്ര നീളമുള്ള കഥകൾ എഴുതുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഈ കഥകളെ എനിക്ക് മാഷോട് ഒരു പരിധി ഒരു അസൂയ തോന്നി. ഇത്രയും കൊച്ചു എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു ചിന്തകനുണ്ട് മാഷ കഥകളിൽ, പണ്ഡിതനുണ്ട്. ചില കഥകളിൽ ഈ പറയുന്ന ഇപ്പോൾ ഒരുപക്ഷെ ഗോപിയൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള പാണ്ഡിത്യം ഉള്ള സിസയക്കും മറ്റേ ബാർത്തും ദരീതിയും ഒക്കെ നിൽക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ചില സംഭാഷണങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കല്ലുകൾ, ഒരു ഇന്ത്യൻ കഥയിൽ കല്ലുകൾ പല സ്ഥലത്തു നിന്നും ശേഖരിക്കുന്ന ഗംഗാറാം എന്ന് പറയുന്ന ഒരാളുണ്ട്. കല്ലുകൾ പരസ്പരം അടിക്കുന്നു. ഗംഗാതീരത്തെ ഒരു കല്ല് കേരളത്തിലെ ഭാരതപ്പുഴയിലുള്ള, അത് ഗംഗാരത്തിലെ കല്ല് ഒരു ബ്രാഹ്മണനാണ്, ശൂദ്രനായിട്ടുള്ള ഭാരതപ്പുഴയിലെ കല്ലിനോട് വഴക്ക് കൂടുന്നു. ഇതൊക്കെ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വളരെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ സംവദിക്കുന്ന തരത്തിലുള്ള കഥകളാണ് മാഷ് എഴുതുന്നത്. അതിർത്തികൾ, പേരുകളത്തെ പോലെ അങ്ങനെ തന്നെയാണ്. പേര് കൊടുക്കുന്നതിന് പോലും ഒരു വളരെ രാഷ്ട്രീയ സ്വഭാവം, അദ്ദേഹം ചരിത്ര സ്വഭാവം കാണിക്കുന്നുണ്ട്. ആശുപത്രിയിലെ ക്യാൻറ്റീനിലിരുന്നു കൊണ്ട് ബഹുസ്വരത നിറഞ്ഞിട്ടുള്ള ഒരു ചർച്ച വരുന്നു. പിന്നെ ഈ ബഹുസ്വരത വലിയ പകയിലേക്കും വെറുപ്പിലേക്കൊക്കെ നീങ്ങുന്ന തരത്തിലുള്ള ചർച്ചയിലേക്കും മാറുന്നത് കാണാം. അങ്ങനെ അതുമാത്രമല്ല, പല കാര്യങ്ങളും വളരെ വളരെ സവിശേഷമായിട്ടുള്ള പല വിഷയങ്ങളും. ഇപ്പോൾ ക്രിക്കറ്റ് തൊട്ടൊക്കെ, ക്രിക്കറ്റൊക്കെ അതിൽ വളരെ വരുന്നുണ്ട്. നമ്മുടെ പഴയകാല ക്രിക്കറ്റ് താരങ്ങൾ വരുന്നു, ഫുട്ബോൾ അതിനോട് ചേരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. മാഷ ഒരു തലത്തിൽ ചിലതൊക്കെ വളരെ ഒരു ഫലിത സ്വഭാവത്തിൽ നമ്മൾ ഭാഷാ മൗലികവാദികൾ ഇപ്പോൾ പ്രേക്ഷിതൻ എന്നൊക്കെ എഴുതുന്നതിന് പകരം മാഷൂർ എൻ്റെ ഭാഷയിൽ എന്നൊരു അക്ഷരം ഉണ്ടെങ്കിൽ ഫ്രം തന്നെ ഞാൻ എഴുതുള്ളൂ എന്നൊരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നത് പോലുമുണ്ട്. അങ്ങനെ ഒരു വേറെ രീതിയിലുള്ള പലതരത്തിലുള്ള വ്യാഖ്യാന സ്വഭാവമുള്ള കഥകളാണ് ഈ ബെസ്റ്റ് പ്രിൻറ്റേഴ്സ് എന്നുള്ളത്. ബെസ്റ്റ് പ്രിൻറ്റേഴ്സ് ഒരുപക്ഷെ ഈ പേര് കൊടുത്തത് പോലും നല്ലതാണ്. അത് പെട്ടെന്ന് ഒരു കഥാസമാരത്തിന് കൊടുക്കുന്ന പേരെല്ലാം തോന്നും. പക്ഷേ ഈ കഥകളെ സൂചിപ്പിക്കാനുള്ള കഥകളുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തെ സൂചിപ്പിക്കാൻ പോകുന്ന ഒരു പേര് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാഷ്ടെ കഥകളെ പറ്റി ഇനി തീർച്ചയായിട്ടും കഥകളും കവിതകളും ചേർത്തുകൊണ്ട് ഇവർ രണ്ടുപേരും അതിന് കഴിവുള്ളവരും പ്രാഗൽഭ്യമുള്ള ആളുകളാണ്. ഇവർ സംസാരിക്കും. ഇത്തരമൊരു ചടങ്ങിൽ അതിനിടയ്ക്ക് ചെറിയൊരു കാര്യം കൂടി, മാഷ എപ്പോഴും ഈ മരിച്ചവർ തിരിച്ചു വരുന്നതും അതുപോലെ തന്നെ ഓർമ്മകളുണ്ട്. അപ്പം ഞാനൊരു ചെറിയ കവിത, എൻ്റെയും ഇവർ കഥാകൃത്തുകൾ ഇങ്ങനെ കവിതയിൽ നിന്ന് അകന്നു തോന്നാതിരിക്കാൻ കവിത തർജ്ജമ ചെയ്തത്. ഈ കവിതയുടെ പേര് മീറ്റിംഗ് എന്നാണ്, സമാഗമം. മരിച്ചുപോയ ഒരു സ്നേഹിതനെ സ്വപ്നത്തിൽ കണ്ടുമുട്ടി. അവൻ എത്രയോ കാലം മുമ്പ് എത്രയോ അകലത്തേക്ക് പോയതാണെന്നറിയാം. എങ്കിലും അന്നുള്ളതുപോലെ തന്നെ മരിച്ചവർ മാറുന്നില്ലല്ലോ, അവർക്ക് വയസ്സാകുന്നതുമില്ല. ഞാനാണ് മാറിയത്. പഴയതിൽ നിന്നും തിരിച്ചറിയാനാവാത്ത വിധം മുച്ചൂടും മാറി. എന്നിട്ടും മാറിപ്പോയി ഞാനാണ് തിരക്കുന്നത്. എന്തൊക്കെ വിശേഷം ചങ്ങാതി?
ചെറുചിരിയോടെ എന്നെ നോക്കിക്കൊണ്ട് അവൻ പറയുന്നു, വിശിഷ്ടങ്ങളായ ചില വൻമരങ്ങളിൽ നിന്നും പീച്ചു പഴങ്ങൾ തിന്നുകയായിരുന്നു ഞാൻ. മാഷ്ക്ക് എല്ലാ ആശംസകൾ, സ്നേഹം.